ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള ഉത്തർപ്രദേശിലെ 2 മണ്ഡലങ്ങളിൽ കൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. മധുരയിലെയും സീതാപൂരിലെയും സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിലവിലെ മധുരയിലെ സിറ്റിംഗ് എംപിയായ ഹേമ മാലിനിക്കെതിരെ മത്സരിക്കാനിരിക്കെ രാജ്യാനന്തര ബോക്സിംഗ് താരം വിജേന്ദ്ര സിംഗ് BJPയിലേക്ക് കാലുമാറിയതിന് പിന്നാലെ ആ സ്ഥാനത്തേക്ക് കോൺഗ്രസ് മുകേഷ് ധങ്കറെ പരിഗണിക്കുകയായിരുന്നു. ജില്ലാ പ്രസിഡന്റ് ഭഗവാൽ സിംഗ് വർമ്മ, മുൻ MLA അനിൽ ചൗധരി, മുകേഷ് ധൻഖർ എന്നിവരുടെ പേരുകൾ നേരത്തെ തന്നെ മത്സര രംഗത്തുണ്ടായിരുന്നു. ജാട്ട് സമുദായത്തിൽ നിന്നും സിനിമാ നടി ഹേമ മാലിനിയെ BJPയും അതേ സമുദായത്തിൽ നിന്നും തന്നെ BSP മുൻ IRS സുരേഷ് സിംഗിനെയുമാണ് മത്സരിപ്പിക്കുന്നത്. വിജേന്ദ്ര സിംഗ് BJPയിലേക്ക് ചാഞ്ഞതുകൊണ്ടും ഈ ലോക്സഭാ സീറ്റിൽ 1.25 ലക്ഷത്തോളം ധങ്കർ സമുദായം ഉള്ളതുകൊണ്ടും കോൺഗ്രസ് തന്ത്രപൂർവ്വം പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുകേഷ് ധങ്കറെ സ്ഥാനാർത്ഥിയാക്കുകയായിരുന്നു. 2 ജാട്ട് സമുദായക്കാർക്കിടയിലാണ് കോൺഗ്രസ് ധങ്കർ സമുദായക്കാരനെ മത്സരിപ്പിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. മധുരയിലെ ഷാഹി ഈദ്ഗാഹി മസ്ജിദ് നീക്കം ചെയ്ത് അവിടം ശ്രീകൃഷ്ണ ജന്മഭൂമിയാക്കണമെന്ന തർക്കം നിലനിൽക്കെ വർഗീയത മണക്കുന്ന BJPയുടെ ഇടപെടൽ ഒരുപക്ഷെ തിരിഞ്ഞു കൊത്താനുള്ള സാധ്യത ഏറെയാണ്. അടുത്ത കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം നടത്തിയത് സീതാപൂർ മണ്ഡലത്തിലാണ്. സീതാപൂരിലെ സ്ഥാനാർത്ഥി നകുൽ ദുബെയെ പ്രതിഷേധത്തെ തുടർന്ന് മാറ്റിയ ശേഷം പുതിയ സ്ഥാനാർത്ഥിയായ രാകേഷ് റാത്തോറെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കുകയായിരുന്നു. 2014-19 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJPയുടെ രാജേഷ് വർമ്മ തുടർച്ചയായി വിജയിക്കുകയും BSPയുടെ നകുൽ ദുബെയ്ക്ക് 2ാം സ്ഥാനം കിട്ടുകയും ചെയ്ത മണ്ഡലമാണ് സീതാപൂർ. ബ്രാഹ്മണ ദളിത് സഖ്യത്തിലൂടെ 2007-ൽ മായാവതി അധികാരത്തിലേറ്റുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച മായാവതിയുടെ വിശ്വസ്തൻ സതീഷ് ചന്ദ്രയ്ക്കൊപ്പം പ്രവർത്തിച്ച ആളാണ് ദുബൈ. അച്ചടക്ക ലംഘനത്തെ തുടർന്ന് കഴിഞ്ഞ മാസം ഇദ്ദേഹത്തെ BSP പുറത്താക്കുകയായിരുന്നു. അതിനുശേഷം കോൺഗ്രസിൽ ചേർന്നെങ്കിലും ശക്തമായ പ്രതിഷേധമുണ്ടായതിനെ തുടർന്ന് ദുബൈയെ മാറ്റി രാകേഷ് റാത്തോറെ സ്ഥാനാർത്ഥിയാക്കുകയുമായിരുന്നു. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും BJP സ്ഥാനാർത്ഥിക്ക് തൊട്ടു പിന്നാലെ നിന്ന നകുൽ ദുബെയെ കോൺഗ്രസിൽ നിന്നും മത്സരിച്ചാൽ ഒരുപക്ഷെ തോൽക്കുമെന്ന BJPയുടെ ഭയം തന്നെയാണ് അദ്ദേഹത്തിനെതിരെ പ്രതിഷേധം ആളിക്കത്തിക്കാനുള്ള കാരണവും. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ BJP ഇത്ര ചൊടിക്കാനുള്ള കാരണവും ഭയം എന്നത് തന്നെയാണ്.